ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എടുത്ത നിലപാട് വളരെ കൃത്യമായിരുന്നു. കാരണം തൊപ്പി എന്നുള്ളത് ആൾക്കൊരു വിഷയമല്ല. ആ കൃത്യം ചെന്നിത്തല പറയുന്നുണ്ട്, ആര് എന്നുള്ളതല്ല, ഇന്ന ആളെന്നൊന്നുമില്ല, പൊതുവായിട്ട് ഒരൊറ്റ റൂളേ ഉള്ളൂ, അത് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ഇടപാടുകൾ, ലഹരി ഇടപാടുകൾ, അതിനൊക്കെ എത്തിനെയും തൂക്കും. അതിൻ്റെ അർത്ഥം ഇവനെ പിടിക്കുന്നത് തന്നെയാണ്. ഇവനെയും ഇവൻ്റെ ഗ്യാങ്ങിനെയും സകല എണ്ണത്തിനെയും തൂക്കിയെടുത്ത് അകത്തിടുമെന്നുള്ളത് തന്നെയാണ് ചെന്നിത്തല നൽകിയിരിക്കുന്ന സൂചന. ഇത് തൊപ്പി വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉള്ളത്. തൂഫാൻ തൊപ്പിയെ തൂക്കുമോ? രേഷ്മയ്ക്ക് എന്താ തോന്നുന്നത്? തൊപ്പി എന്താ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും തൂക്കണം എന്ന് മാത്രമല്ല, അവനെ മട്ടല് വെട്ടി അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവനെയും അവൻ്റെ കൂടെയുള്ളവന്മാരെയും ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കരുത്. അപ്പോൾ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ, പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണ വിധേയമാകേണ്ട സംഗതിയാണ്. ഇനി ഒന്നുമില്ലെങ്കിലും ആ ഇരിക്കുന്ന റൂമിൽ നിന്ന് പുറത്തിറക്കി ഒരൊറ്റയടി കാരണം പുകച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികളൊക്കെയും. കാരണം ഇവരെ കൊണ്ട് സ്വൈര്യം കെട്ടിരിക്കുകയാണ് മാതാപിതാക്കൾ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുനിന്ന്, നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുള്ളൊരു ജില്ലയാണ് മലപ്പുറം. ആ മലപ്പുറത്തുനിന്ന് കുറച്ച് ആളുകൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇവരൊക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവൻ കാരണം പിള്ളേർ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇവനും ഇവൻ്റെ കുറേ ഗ്യാങ്ങും വന്നിരുന്നിട്ട് ഈ യൂട്യൂബിലൂടെ തള്ളിവിടുന്ന കമൻസ്, അതായത് പറയുന്ന വാക്കുകൾ, അത് ഈ മാതാപിതാക്കൾ മോണിറ്റർ ചെയ്യാൻ അവരെ സംബന്ധിച്ചിപ്പോൾ കുട്ടികൾ യൂട്യൂബ് ഉപയോഗിക്കുന്നു. യൂട്യൂബല്ലേ, അശ്ലീല കണ്ടന്റുകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിലാണ് യൂട്യൂബ് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പം കുട്ടികൾ കാർട്ടൂൺ കാണും, ചിലപ്പോൾ സിനിമ കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂട്യൂബ് ഇങ്ങനെ ഉപയോഗിക്കും. ഇതിനിടയിലാണ് ഇവൻ്റെ വരവ്. അതായത് ഒരു തരത്തിലുള്ള ഏജ് റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള എന്തെങ്കിലും നിയന്ത്രണങ്ങളോ തൊപ്പിയുടെ ആ ഒരു പേജിനുള്ളതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പറയുന്ന പച്ചത്തെറികൾ സ്ത്രീകളോട് ഒരു ബഹുമാനവുമില്ലാതെ, ഒരു തരത്തിലുള്ള ബഹുമാനവുമില്ലാതെ, ആരുടെ അമ്മയായാലും പെങ്ങളായാലും വഴിയെ പോകുന്ന ഒരു പെൺകുട്ടിയായാലും എല്ലാവരെയും രൂക്ഷമായ ഭാഷയിലുള്ള കടന്നാക്രമണം, അതും സഭ്യതയുടെ സകല അതിർവരമ്പ് ലംഘിച്ചു. അപ്പോൾ എന്നെ വിളിച്ച് പലരും പറഞ്ഞത്, ഞങ്ങളിപ്പോൾ ഫോൺ വാങ്ങിച്ചു വെച്ചു മക്കളുടെ അടുത്ത് ഇവരെ കാണരുതെന്ന് പറഞ്ഞിട്ട്, എന്നിട്ടും ഇവർ അടങ്ങുന്നില്ല. ഈ പിള്ളേർ ഭയങ്കര ബഹളമാണ്, തൊപ്പീനെ കാണണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൊപ്പിയെ പോലീസ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും, കേരളം കത്തിക്കും എന്ന ലൈനിൽ സോഷ്യൽ മീഡിയയിൽ സേവ് തൊപ്പി, സ്റ്റാൻഡ് വിത്ത് തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹാഷ്ടാഗുകൾ വരുന്നുണ്ട്. അതിന് ഒരു പടി കൂടി കടന്നിട്ട് തൊപ്പിയുടെ പേര് മുഹമ്മദ് നിഹാദ് എന്നാണ്. മതപരമായിട്ട് ഈ വിഷയത്തെ ഇതൊരു മതത്തിൻ്റെ കുഴപ്പമാണെന്ന രീതിയിൽ വളച്ചൊടിക്കാനായിട്ട് കുറേവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മതമൊന്നുമല്ല വിഷയം, അവൻ്റെ കുഴപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ തൊപ്പി ഒരു ബ്രില്യൻ പ്ലെയറാണ്. അവനൊരു പാവമായി അഭിനയിച്ച് അവൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞ്, പാരൻറ്റിങ് ശരിയല്ല, എന്നെ വളർത്തിയത് ശരിയല്ല, എന്നെ വീട്ടുകാർ ക്രൂരമായി കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തെറ്റുകാരനായി പോയത് എന്ന് പറഞ്ഞൊരു വലിയ സഹതാപ തരംഗം ഇവിടെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് ഇവൻ ആദ്യം ഒരു ഇൻ്റർവ്യൂവിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം ഇവൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും, അതായത് സഭ്യമായൊരു വാക്ക് ഇവൻ്റെ വായിൽ നിന്ന് വരില്ല. ഇവൻ വായെടുത്ത തെറി പറയും. അപ്പം ഇവൻ ഇങ്ങനെ തെറി പറഞ്ഞ് ആളുകളെ പ്രകോപിപ്പിച്ച് സകലരെയും വെല്ലുവിളിച്ച്, ഒരു ഗായകൻ്റെ സഹോദരിയോ അമ്മയോ ഒക്കെ തെറി വിളിക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെന്ന് നോട്ടമില്ല, ആരെയായാലും തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, എന്നിട്ട് കുറേ കമൻസ്, അതിലൂടെ തന്നെ പേയ്മെൻറ്റ് നേടുക, അങ്ങനെയൊക്കെയുള്ള കുറേ ലൈവ് സ്ട്രീമുകളുണ്ട് ഇവൻ്റെ. അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ ആളുകളെ പ്രകോപിപ്പിച്ചും ഈ ഇമാതിരി തെറിയൊക്കെ വിളിച്ച് ശ്രദ്ധ നേടിയും പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതെ, ഇവരുടെ ഈ ഒരു ലൈവ് എന്ന് പറയുന്നത്, യദുവിനറിയാം, ലൈവിനെ സംബന്ധിച്ചിടത്തോളം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന അനുസരിച്ചാണ് പേയ്മെൻറ്റ് കയറുന്നത്. അപ്പോൾ എങ്ങനെ, അതായത് 2K കിഡ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു തൊപ്പിയുടെ വീഡിയോ കാണാൻ അധികം ഇരിക്കാറുള്ളത്. കാരണം തൊപ്പി കാണിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് തൊപ്പി ഫസ്റ്റ് ഈ ഒരു ഇത് തുടങ്ങിയ സമയത്ത്, ഒരു സ്ട്രീമിങ് പോലെ തുടങ്ങിയ സമയത്ത് നല്ലൊരു ഗെയിം പ്ലെയർ ആയിരുന്നു, ഈ ഗെയിം ചെയ്യുന്ന ഒരാളായിരുന്നു. അതിൽ നിന്ന് പിന്നീട് സ്ട്രീമിങ്ങിലേക്ക് വന്നതിന് ശേഷം തൊപ്പി പിന്നീട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം നഗ്നതാ പ്രദർശനം നടത്തുന്നു, ന്യൂഡിൽസ് ദേഹത്തൂടെ വാരിയിടുന്നു, അത് ഫുഡ് വേസ്റ്റ് ആക്കുന്നു, അതിനെ അപമാനിക്കുന്നു. അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് തൊപ്പി വീണ്ടും ഒരു നല്ല വ്യക്തിത്വം, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു മനുഷ്യൻ എന്നുള്ളൊരു പട്ടമൊക്കെ എടുത്ത് വളരെ ഇന്റർവ്യൂവിൽ വരുന്നു. അതെ, സഹതാപം പിടിച്ചു പറ്റാൻ വരുന്നു. ഞാൻ അങ്ങനെ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി വെള്ള പൂശി
സാക്ഷി വീണ്ടും ഒരു സഹതാപം ഇത് പറഞ്ഞതുപോലെ തന്നെ സൃഷ്ടിക്കുന്നു. പിന്നീട് വലിയൊരു വളർച്ചയാണ് ഈ തൊപ്പിക്കുണ്ടായത്, അത് പല രീതിയിൽ. അതിനുശേഷം ഇവരൊരു ഗ്യാങ് പോലെ ഇവിടെ കൊച്ചിയിലുണ്ട്, കൊച്ചിയിലാണ് ഇവർ താമസിക്കുന്നത്. അവിടെ ഒരു വീടെടുത്തിട്ട് ആ വീട്ടിലാണ് ഈ ഗ്യാങ് ഫുള്ളുള്ളത്. അതായത് ഈ തൊപ്പിയുടെ വീഡിയോയിൽ ഇന്ന് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഓരോരുത്തർക്കും അവിടെ ഓരോ ജോലികളുണ്ട്. ഒരാളെ ബാങ്ക് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരാൾ തുണി അലക്കുക, ഒരാൾ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ ഓരോ വ്യക്തികൾ അവിടെ ഓരോ ജോലി പോലെയാണ് വെച്ചിരുന്നത്. പക്ഷേ ഇത്തരം ഈ ആളുകളെല്ലാം തന്നെ തൊപ്പിയും ഉൾപ്പെടെ പിന്നീട് അതിനകത്തുള്ളിൽ കാണിക്കുന്നത് ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ആളുകൾ അറിയുന്നത്. അതായത് പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ ഇത്രയധികം അപമാനിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അവർ അതപ്പതിച്ചു പോയത്. ഇത് ഇത്രയും നാള് സഹതാപമല്ല, ഇത് അടി കിട്ടാത്തതിൻ്റെയാണ്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ പോക്സോ കേസ്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക, അത് പണം കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്നാണ് ഒപ്പം ഉള്ളവർ പറയുന്നത്. ആ മൊഴി മതി ഇവനകത്താക്കാൻ, ഒരൊറ്റ മൊഴി മതി ഇവനകത്താക്കാൻ. പോലീസിന് സുവമോട്ടോ കേസ് എടുക്കാം, ഇവനെ അറസ്റ്റ് ചെയ്യാം, അതിനുശേഷം ഇവനെ ചോദ്യം ചെയ്ത് ആരാണ് ഇര എന്ന് കണ്ടെത്താം, അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പോലീസിന് അധികാരമുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം, അതായത് ദൃക്സാക്ഷി മൊഴിയാണ്, അതായത് ഒപ്പം ഉണ്ടായിരുന്നവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവനാണ് മയക്കുമരുന്നാക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പമുള്ളവരുടെ വെളിപ്പെടുത്തൽ, ഒപ്പമുള്ളവർക്കെതിരെ ഇവൻ നടത്തിയ വെളിപ്പെടുത്തൽ, ഇത് ഈ ഗ്യാങ്ങിനെ മൊത്തം പൂട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു, എല്ലാവരെയും മൊത്തത്തിൽ തൂക്കാം. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എടുത്ത നിലപാട് വളരെ കൃത്യമായിരുന്നു. കാരണം തൊപ്പി എന്നുള്ളത് ആൾക്കൊരു വിഷയമല്ല, ആ കൃത്യം ചെന്നിത്തല പറയുന്നുണ്ട്. ആര് എന്നുള്ളതല്ല, ഇന്ന ആളെന്നൊന്നുമില്ല, പൊതുവായിട്ട് ഒരൊറ്റ റൂളേ ഉള്ളൂ, അത് നടപ്പാവും. ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ഇടപാടുകൾ, ലഹരി ഇടപാട് നടത്തുന്നൊക്കെ എത്തിനെയും തൂക്കും. അതിൻ്റെ അർത്ഥം ഇവനെ പിടിക്കുന്നത് തന്നെയാണ്. ഇവനെയും ഇവൻ്റെ ഗ്യാങ്ങിനെയും സകല എണ്ണത്തിനെയും തൂക്കിയെടുത്ത് അകത്തിടുമെന്നുള്ളത് തന്നെയാണ് ചെന്നിത്തല നൽകിയിരിക്കുന്ന സൂചന. അപ്പോൾ ഇവൻ ഇന്നലെ വൈകിട്ട് സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ഒരു നമ്പറുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇത് AI ഓഡിയോ ആണ്, എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇവൻ്റെ സംസാരം, ഇവൻ്റെ വീഡിയോ കണ്ടാൽ ഇവന് സാമാന്യ ബുദ്ധി ഇല്ല എന്നല്ലേ എല്ലാവരും ചിന്തിക്കും. അല്ലെങ്കിൽ രണ്ടെണ്ണം വലിച്ചു കയറ്റിയിട്ട് അല്ലെങ്കിൽ വല്ല ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് ഇവൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും തോന്നുള്ളൂ. കാലങ്ങളായിട്ട് ആളുകൾക്കൊരു സംശയമുണ്ട്, ഈ തൊപ്പി എന്ന് പറയുന്നവൻ എന്തോ മരുന്നടിച്ചിട്ടാണ് ഈ വീഡിയോ മൊത്തം ചെയ്യുന്നത്. ഇപ്പോൾ അതാ ക്ലിയറായി. ഇപ്പോൾ ഒപ്പമുള്ളവർ തന്നെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതിനേക്കാൾ അപകടകരമാണ് കൊച്ചു പെൺകുട്ടികൾക്ക് നേരെയുള്ള, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് നടത്തിയിട്ടുള്ള ലൈംഗിക ആക്രമണം അല്ലെങ്കിൽ ലൈംഗികമായി ദുരുപയോഗം. അത് കൃത്യമായി സെപ്പറേറ്റ് കേസായിട്ട് തൂക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും അതിലേക്ക് തന്നെ കാര്യങ്ങളെത്തും. ഇവനങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ അവരുടെ ഗ്യാങ് നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് ഓരോരുത്തർ പറയുന്നു കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നെഗോസിയേഷൻ നടത്തിയതും തൊട്ടാണ് ഈ തൊപ്പി പിടിയിലാവുന്നത്. അതായത് ഗ്യാങ് പിരിയുന്നു, ഒരു നെഗോസിയേഷൻ നടത്തി കഴിഞ്ഞാൽ തൊപ്പിയുടെ കൈവശമുള്ള പണം കുറച്ചെങ്കിലും ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഈ ഗ്യാങ് എന്ത് ചെയ്തത്, തൊപ്പിക്കെതിരെ വന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ അതെ, എല്ലാവരും പെട്ടു, എല്ലാവരും തൂഫാന്റെ കയ്യിൽ പെടുന്ന ഒരു രീതിയായി. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു, ഇവൻ്റെ കൂടെയുള്ള ഏതൊരുത്തം പറയാണ് തൊപ്പിയുടെ പഴയൊരു കാറ് പിടികൂടിയത് അതിൽ ഡ്രഗ്സ് കടത്തിയിട്ടാണ്. ഒരു പഴയ വണ്ടി പിടിച്ചോ, ഫോർച്യൂണർ ആയിരിക്കും, അത് പിടിച്ചത് ഇതുകൊണ്ടാണ്. ഇനി ഈ പറയുന്ന പയ്യൻ എൻ്റെ പേരിലാണ് മറ്റൊരു വണ്ടി ഇവൻ രജിസ്റ്റർ ചെയ്ത് എന്നെ ബിനാമിയാക്കിയതായിരുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇനി ഡ്രഗ്സ് പിടിക്കുകയാണെങ്കിൽ എന്നെ പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, കുറ്റസമ്മത മൊഴിയാണ്. ഞാൻ ബിനാമിയാണ്, എൻ്റെ വണ്ടിയിലാണ് മയക്കുമരുന്ന് കടത്തിയത്, അങ്ങനെ കടത്തുകയാണെങ്കിൽ ഞാൻ പിടിക്കുകയാണെങ്കിൽ ഞാൻ അകത്ത് പോട്ടെ എന്ന് വിചാരിച്ച് തൊപ്പി ഏർപ്പാടാക്കിയ പണിയാണെന്ന് പറയുമ്പോൾ ഇവനും പ്രതിയാണ്. അറിഞ്ഞുകൊണ്ടൊരു കുറ്റകൃത്യം, ലഹരി കടത്തിൽ കൂട്ടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ തൊപ്പിയും പ്രതിയാണ്. ഈ ഒരൊറ്റ സാക്ഷിമൊഴി മതി. ഇത് സാക്ഷിമൊഴിയായിട്ട് രേഖപ്പെടുത്താം, പ്രതിയുടെ കൺഫെഷനായിട്ട് രേഖപ്പെടുത്താം, എങ്ങനെ വേണമെങ്കിലും രേഖപ്പെടുത്താം. പക്ഷേ ഇവിടെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, രസകരമെന്ന് നമുക്കതിനെ പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഇവർ ചെയ്തൊരു മണ്ടത്തരമല്ല, ഇവർ വെളിപ്പെടുത്തിയ കാര്യം. അതായത് തെളിവ് സഹിതം പോലീസിന് അവർ തന്നെ കൊടുത്തു. അതായത് പ്രതികൾ ഞങ്ങളാണെന്ന് പറഞ്ഞു, അതിരിക്കുന്ന സാഹചര്യം, അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ, ആ കഞ്ചാവ് ഇപ്പോൾ അല്ലെങ്കിൽ എടുക്കുന്ന അവരുടെ റൂമിൽ നിന്ന് മാറ്റുന്ന അങ്ങനെ എന്തോ ലഹരി വസ്തുവാണ്, അതുൾപ്പെടെ അവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. മാത്രമല്ല ഈ നിഹാൽ ഇട്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് അശ്ലീലപരമായിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഉണ്ട്, അതായത് 2 ചെറുക്കന്മാരുള്ള. അപ്പോൾ അത്തരം കാര്യം തെളിവ് സഹിതം അവർ തന്നെ ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വേറെ കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈ കൊച്ചു കുട്ടികളെ തെറി വിളിക്കുന്ന രീതിയിൽ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അബ്യൂസ് നടത്തുന്ന രീതിയിൽ, ഇപ്പോൾ ഇവൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ യൂട്യൂബിന് വേണമെങ്കിൽ ഇവൻ്റെ ചാനൽ ബ്ലോക്ക് ചെയ്യാം. അതിനുള്ള എല്ലാ സാധനം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ വയലേഷനാണ്. അപ്പോൾ യൂട്യൂബ് തൊപ്പി എന്ന് പറയുന്ന അവൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന
അവൻ്റെ ചാനലും വൈകാതെ ബ്ലോക്ക് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും. എനിക്ക് തോന്നുന്നത് പോലീസ് ഇവനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ തെളിവ് ശേഖരിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ്റെ ഫോണും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ച് പ്രാഥമികമായിട്ട് ഇവനെതിരായ തെളിവുകൾ ശേഖരിക്കുക. അതിനുശേഷം ഇവനെ അറസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെയും ഇരവാദം പറയും. ഞാനൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് മറ്റുള്ളവരെന്നെ കുടുക്കിയതാണ്, അല്ലെങ്കിൽ എൻ്റെ തെറ്റല്ല മറ്റുള്ളവരെന്നെ പെടുത്തിയതാണ് എന്ന രീതിയിലൊക്കെ ഇരവാദം പറയാൻ ഇവൻ ബെസ്റ്റാണ്. സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കാൻ ഇട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നെ മൃഗീയമായി തല്ലിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത് എന്ന കപടവാദം. അങ്ങനെയാണെങ്കിൽ തന്നെ അവന് മാറാൻ ഇത്രയും കാലം സമയം ഉണ്ടായിരുന്നു, ഒരു മാറ്റവും വന്നിട്ടില്ല. മഹാമോശമാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനെ സംബന്ധിച്ച് അവൻ ഇപ്പോൾ പോലീസ് ഇപ്പോൾ പിടിക്കുകയാണെങ്കിൽ അവന് വേണ്ടിയിട്ട് അവൻ്റെ ഈ പറയുന്ന സൈബർ ഇടത്തിലുള്ളവർ വരും, കൊച്ചു പിള്ളേർ വയലൻ്റ് ആവും, വീട്ടുകാർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചെന്നിത്തല വളരെ ബുദ്ധിയോടുകൂടിയാണ് കളിച്ചത്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ DGPക്ക് നിർദ്ദേശം കൊടുക്കുന്ന കേസ് പ്രത്യേകം അന്വേഷിക്കണം. അതായത് മുഴുവൻ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രം നടപടികളിലേക്ക് കടന്നാൽ മതി എന്ന കർശന നിർദ്ദേശം കൊടുക്കുകയും അതനുസരിച്ച് പോലീസ് ഇപ്പോൾ ഇവനെതിരായിട്ടുള്ള തെളിവ് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തൊപ്പി സ്വാഭാവികമായിട്ടും മുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഡോയിൽ പോലീസ് ഇവൻ്റെ പുറകെ ഉണ്ടാവും. അധികം വൈകാതെ ഇവൻ അകത്താകും. അകത്തായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവൻ ഒരു വലിയ കേരളത്തിൽ ഓൺലൈൻ മേഖല കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്ന ഡ്രഗ് സപ്ലൈ ചെയിൻ്റെ ഭാഗമായിട്ടുള്ള നിർണായകമായ തെളിവുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും യൂട്യൂബ് ചാനൽ പോകാനുള്ള സാധ്യതയുണ്ട്, അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട്, ഇവരുടെ ഗ്യാങ് അടക്കം ഉള്ളിൽപ്പെടാൻ സാധ്യതയുണ്ട്, ഇതുവരെ ഉണ്ടായതൊക്കെ പോകാൻ സാധ്യതയുണ്ട്, ജയിലിൽ ശിഷ്ടകാലം ഏറെക്കാലം കിടക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് വരാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അതായത് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ തൊപ്പീനെ ഒരു പക്ഷേ പൊക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ ഒരു വലിയ ബിനാമീനെ ഈ ലഹരി കൊണ്ടുവരുന്നത്, ഇപ്പം ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം അത്രയും അതിന് പിന്നിലൊരു ടീമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തൊപ്പീനെ പിടിക്കുന്നതോടെ എന്തായാലും തൂഫാനിൽ എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ തൊപ്പീനെ പിടിക്കുന്നതോടുകൂടി അത്തരം കാര്യങ്ങൾ കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അധികം വൈകാതെ തൊപ്പി അഴിക്കലാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ കേരള സമൂഹത്തോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കേരള പോലീസും ചെയ്യുന്ന ഒരു സൽക്കർമ്മമായിരിക്കും അത്.